ഇതോടുകൂടി ഈ വർഷത്തെ ചക്കപ്പുരാണത്തിന് തിരശ്ശീല വീഴുകയായി. എന്നാൽ പിന്നെ ഒരു ചക്കപ്പുട്ടും ചക്ക വിളയിച്ചതും കൂടി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പിട്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് പൊടി നനയ്ക്കണം. ഇങ്ങനെ തിളച്ച വെള്ളമൊഴിക്കുന്നത് വഴി പുട്ടിൻ്റെ പൊടി മൃദുവാവുകയും രുചി കൂടുന്നതായും തോന്നും. ഇനി ഇതിലെ കട്ട കെട്ടിയ ഭാഗങ്ങളെല്ലാം മാറ്റാനായി മിക്സിയുടെ ജാറിൽ 1 സെക്കൻഡ് വീതം ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ പുട്ടുപൊടി റെഡി. ഇനി അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ഇട്ട് അരിഞ്ഞു വെച്ച ചക്കയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പുട്ടിൻ്റെ പൊടി റെഡി. ചക്കയുടെ വെള്ളവും തേങ്ങയുടെ വെള്ളവും അനുസരിച്ച് വേണം പുട്ടിന് പൊടി നനയ്ക്കാൻ. ഇതിങ്ങനെ നനച്ചെടുത്ത് പുട്ടുകുറ്റിയിലേക്കിട്ട് ആവി കയറ്റിയാൽ ചക്കപ്പുട്ട് റെഡി. ഇനി ഇങ്ങനെ നനച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പുട്ടുപൊടിയിട്ട് അരിഞ്ഞു വെച്ച ചക്കയും ഇട്ട് വീണ്ടും പുട്ടുപൊടിയിട്ട് വീണ്ടും ചക്ക അരിഞ്ഞതും ഇട്ട് അങ്ങനെയും കഴിക്കാം. മറ്റൊരു കറിയും കൂടാതെ ചക്കപ്പുട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനും ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ആവി കയറ്റിക്കഴിഞ്ഞ് നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുട്ടുകൾ ഓരോന്നായി നിരന്നു. അച്ചോടാ, ഈ ചക്കപ്പുട്ടിനകത്ത് ചക്ക എവിടെ? എന്നാൽ പിന്നെ ആ പുട്ട് അവിടെ ഇരിക്കട്ടെ, നമുക്കതൊരു ചക്ക വിളയിച്ചതും കൂട്ടി കഴിച്ചാലോ? അതിനായിട്ട് ഒരു പാനിൽ ചക്ക അരിഞ്ഞതും ഇട്ട് ശർക്കരയും ചിരകിയ തേങ്ങയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഇളക്കി ഈ ഒരു പരുവം എത്തുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതും കൂടെ ചേർത്താൽ ചക്ക വിളയിച്ചത് റെഡി. പുട്ടിന് പഴം കൂട്ടി കഴിക്കുന്നത് പോലെ തന്നെ ഈ ചക്ക വിളയിച്ചതും കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ അരിപ്പൊടി വാട്ടിക്കുഴച്ച് ചക്ക വിളയിച്ചത് ഉള്ളിൽ വെച്ച് അടയും ഉണ്ടാക്കാം. ഇനി അതും ഇഷ്ടമില്ലാത്തവർക്ക് കൊഴുക്കട്ട പോലെ അരിപ്പൊടി വാട്ടിക്കുഴച്ച് അതിനുള്ളിൽ ചക്ക വിളയിച്ചതും വെച്ച് ചക്കയുണ്ടയും ഉണ്ടാക്കാവുന്നതാണ്.